സോ ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞ കഥയും അതിൻ്റെ അർത്ഥവും കൂടാതെ നമ്മൾ അതിൽ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മളെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ദ വാംത്ത് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഊഷ്മളത അല്ലേ. വാംത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഷ്മളത എന്നാണ് വരുന്നത്. ദ കിസ്സിങ് ഹാൻഡ്, കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുംബന കൈ. ഇൻ ദ സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയിംഡ് ജസ്റ്റർ ഇസ് ഹെസിറ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. സോ ഈ ഒരു കഥയിൽ ജസ്റ്റർ റക്കൂണ് ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ഹെസിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മടി കാണിച്ചിരിക്കുകയാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ഹിം. നമുക്ക് കാണാം അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത്. റക്കൂൺ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മുഖംമൂടി പോലെയുള്ള ഒരു ഇനം കരടികളിൽ പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു മൃഗമാണ്. ഈ മൃഗത്തിന് ഈ മനുഷ്യന്മാരെ ക്വാളിറ്റീസ് വന്നാൽ ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഈ കഥയിൽ പറയുന്നത്. ഒരു അമ്മ മകൻ തമ്മിലുള്ളൊരു ബന്ധം, ആ ഒരു സ്നേഹമൊക്കെയാണ് ഉള്ളത്. നമുക്ക് കഥയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ തുടക്കത്തിലൊരു ചിത്രം കാണാം. ജസ്റ്റ് റക്കൂൺ മടി പിടിച്ച് അവിടെ ഇരുന്ന് കരയുന്നുണ്ടല്ലേ. അപ്പോൾ അമ്മ ആശ്വസിപ്പിക്കാൻ വരുമായിരിക്കും. നമുക്ക് വായിച്ചു നോക്കാം. ജസ്റ്റ് റക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ജസ്റ്റ് റക്കൂൺ കാടിൻ്റെ അരികിൽ നിന്നിങ്ങനെ കരയുവാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. എനിക്ക് സ്കൂൾ പോകാൻ ആഗ്രഹമില്ല എന്ന് അവൻ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങളോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊനാലിൽ ആടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. പ്ലീസ് ഞാൻ നിങ്ങളോടൊപ്പം വീട്ടിൽ നിന്നോട്ടെ. മിസ് റക്കൂൺ ടുക്ക് ജസ്റ്റർ ബൈ ദി ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് നോസ്. മിസ് റക്കൂണ് ജസ്റ്ററിൻ്റെ കയ്യിൽ പിടിച്ച് അവൻ്റെ ചെവി എന്താ പറയുക, നസിൽഡ് എന്ന് പറഞ്ഞാൽ നെക്ക്, അല്ലെങ്കിൽ നമ്മളെ പെറ്റുകളൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ മുഖം നമ്മളോട് അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യില്ലേ, അത് ആ ഒരു സ്നേഹം പോലെ ഇങ്ങനെ മൂക്ക് കൊണ്ടൊക്കെ അടുത്ത് വന്ന് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതിനാണ് നമ്മൾ നസിൽഡ് എന്ന് പറയുക. സോ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റർ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? ജസ്റ്ററിന് സ്കൂളിലേക്ക് പോകണ്ട. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവന് അമ്മയോടൊപ്പം വീട്ടിൽ തന്നെ നിൽക്കണം അല്ലേ. അവൻ്റെ ടോയ്സ് കളിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം, അവൻ്റെ ഊനാലിലാടണം, അവൻ്റെ ബുക്കുകൾ വായിക്കണം. ഇതുകൊണ്ടാണ് ജസ്റ്റർ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തത്. ഇഫ് യു വർ ഇൻ ജസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ജസ്റ്ററിൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കും അമ്മയോടൊപ്പം തന്നെ ഇരിക്കാൻ ഇഷ്ടമായിരിക്കില്ലേ? ആദ്യത്തെ ദിവസമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും, സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ അത്ര ആഗ്രഹം ഉണ്ടാകും. ചിലപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ സ്കൂളിൽ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. എന്നാലും നമുക്ക് നമ്മളെ അമ്മയൊക്കെ വിട്ട് നിൽക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകും, ചിലർ ആണെങ്കിൽ സങ്കടപ്പെട്ട് സ്കൂളിൽ പോകും അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്തായി നോക്കാം. ഇവിടെ നമുക്ക് അമ്മ അവൻ്റെ കൈകളിൽ ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നതായിട്ട് കാണാം അല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു, ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അമ്മ അവനോട് ജെന്റ്ലി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? സൗമ്യമായിട്ട് പറഞ്ഞു. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ സൗമ്യമായി. ഇവൺ ഇഫ് ദിസ് സീം സ്ട്രേഞ്ച് ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്. തുടക്കത്തിൽ നമുക്കതൊരു സ്ട്രേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വിചിത്രമായിട്ട്, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. നീ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്കൂൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നീ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കും, പുതിയ കളിപ്പാട്ടങ്ങളോടൊപ്പം കളിക്കും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാം. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്. പുതിയ ഊനാലിലാടാം. ബിസൈഡ്സ്, ഷീ ആഡഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പുറമെ. ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് ദ സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യു ഡേയ്സ് അറ്റ് ഹോം. ഇത് കൂടാതെ ഇതിന് പുറമേ എനിക്കൊരു സീക്രറ്റും കൂടി അറിയാം, ഒരു രഹസ്യം അറിയാം. അത് നിനക്ക് ഈ വീട്ടിലുള്ള പോലെ തന്നെ നിൻ്റെ സ്കൂളിലുള്ള രാത്രികളും അതുപോലെ ആക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ. സീക്രറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രഹസ്യം. വാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഊഷ്മളമായ. കോസി എന്ന് പറഞ്ഞാൽ സുഖകരമായ. ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്, അല്ലെങ്കിൽ സുഖകരമായത് എന്നാണ് അർത്ഥം വരുന്നത്. ജസ്റ്റ് വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ജസ്റ്റർ വൈപ്ഡ് എവേ, വൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുടയ്ക്കുക എന്നാണ്. വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ്. ജസ്റ്റർ അവൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് ഒന്ന് ഇൻട്രസ്റ്റ് ആയി, ഒരു താല്പര്യം വന്നു. അമ്മ ഒരു സീക്രറ്റ് പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനൊരു താല്പര്യമായി. എ സീക്രറ്റ്? വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്? ഒരു രഹസ്യമോ? എങ്ങനെയുള്ള രഹസ്യമാണ്? അപ്പം അമ്മ പറയാണ്, എ വെരി ഓൾഡ് സീക്രറ്റ്. ഒരു പഴയ രഹസ്യമാണ്. സെഡ് മിസ് റക്കൂൺ. ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹർ മദർ. ഞാനിത് എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്, അമ്മ അവരുടെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ഈ ഒരു സീക്രറ്റിൻ്റെ പേരെന്താണ്? കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ജസ്റ്റർ. ജസ്റ്റർ കിസ്സിങ് ഹാൻഡോ അങ്ങനെ ചോദിച്ചു. വാട്ട്സ് ദാറ്റ്? അതെന്താ? ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾഡ് സീക്രറ്റ്. വാട്ട് മേ ബി ദ സീക്രറ്റ്?
ജസ്റ്റിൻ്റെ അമ്മ അവനൊരു സീക്രറ്റ് പറഞ്ഞു കൊടുത്തു, അല്ലെ പഴയ രഹസ്യം പറഞ്ഞു കൊടുത്തു. എന്താണ് ആ സീക്രറ്റ്? ദ സീക്രറ്റ് വാസ് ദ കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് ഹാൻഡാണ് സീക്രറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. മിസ് റക്കൂൺ ടുക്ക് ജസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അവൻ്റെ അമ്മ മിസ് റക്കൂണ് ജസ്റ്റിൻ്റെ ഇടത് കൈ എടുത്തുകൊണ്ട്, നമ്മൾ കൈ വിടർത്തുക എന്ന് പറയില്ലേ, കൈകളൊക്കെ ഒരു ഫാന് പോലെ വിടർത്തി. ഷീ കിസ്ഡ് ജസ്റ്റ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അമ്മ അവൻ്റെ കൈപ്പത്തിയുടെ നടുവിലായിട്ട് ഉമ്മ വെച്ചു. സോ സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക എന്നാണ്, ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുനിയുക. അപ്പോൾ അവൻ്റെ അമ്മ കുനിഞ്ഞുകൊണ്ട് അവൻ്റെ കൈപ്പത്തിയുടെ നടുവിലായിട്ട് ഉമ്മ വെച്ചു. ജസ്റ്റ് ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ഹാം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അമ്മയുടെ ആ ഒരു ഉമ്മ, ആ ഒരു ചുംബനുണ്ടല്ലോ, തൻ്റെ കയ്യിൽ നിന്ന് ഹൃദയത്തിലേക്ക് പാന് കയറുന്നത് പോലെ ജസ്റ്റിന് തോന്നി. പാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഉള്ളം കൈയാണ്. റഷ് എന്ന് പറഞ്ഞാൽ കുതിക്കുക. അത് ഹൃദയത്തിലേക്ക് പാന് കയറുന്നത് പോലെ അവന് തോന്നി. ഈവൻ ഹെർ സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ഹെർ സിൽക്കി ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ സിൽക്ക് പോലെയുള്ള ഒരു കറുത്ത മുഖംമൂടി എന്തായി, അവന് ഇക്കിളിയായി, ഒരു സ്പെഷ്യൽ വാംത്ത് അവിടെ ഫീൽ ചെയ്തു. ടിങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്കിളിയാവുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവനക്കൊരു പ്രത്യേക ഒരു സ്നേഹം അവിടെ, ഒരു വാംത്ത്, അമ്മയുടെ ആ ഒരു ഊഷ്മളത അവന് അനുഭവപ്പെട്ടു. മിസ് റക്കൂൺ സ്മൈൽഡ്. അമ്മ സ്മൈൽ ചെയ്തുകൊണ്ട് നൗ ഷീ ടോൾഡ് ജസ്റ്റിനോട് പറഞ്ഞു, വെൻ എവർ യു ഫീൽ ലോൺലി, എനിക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ഒരു സ്നേഹം വേണമെന്ന് തോന്നുമ്പോൾ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക്, നിൻ്റെ കൈകൾ നിൻ്റെ കവിളിനോട് ചേർത്ത് പിടിക്കുക. ആൻഡ് തിങ്ക്, എന്നിട്ട് നീ ചിന്തിക്കുക, മോമി ലവ്സ് യു, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. മോമി ലവ്സ് യു, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ഇൻ ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. നീ അങ്ങനെ അടുത്ത് വെക്കുന്ന സമയത്ത് ആ ഒരു കിസ് നിൻ്റെ മുഖത്തേക്ക് ചാടും എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു ചുംബനം നിൻ്റെ മുഖത്തേക്ക് ചാടുകയും ആ ഒരു ഊഷ്മളമായ ചിന്തയിൽ നിന്ന് നിറയ്ക്കുകയും ചെയ്യും. അതായത് നിനക്ക് ഹാപ്പിയാവും. ടോസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇളം ചൂടുള്ള, ടോസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇളം ചൂടുള്ള ആ ഒരു എന്താ പറയുക, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അമ്മയുടെ സ്നേഹത്തിനാട്ടോ, അമ്മയുടെ സ്നേഹത്തിന് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. സോ ഷീ ടുക്ക് ജസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദി കിസ്. അവൾ ജസ്റ്ററിൻ്റെ കൈ പിടിച്ച് അത് ശ്രദ്ധാപൂർവം ഇങ്ങനെ, നമ്മൾ വിരലുകൾ ഇങ്ങനെ പൊതിയൂല, കൈ കൊണ്ട് നമ്മളിങ്ങനെ പൊതിയുന്ന പോലെ വിരലുകൾ ഇങ്ങനെ കൂട്ടി പിടിച്ച് പൊതിഞ്ഞ് വെച്ചു. അതായത് ആ കിസ്സിനെ ഇങ്ങനെ മൂടി പൊതിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ജസ്റ്റ് ഓവർകം ഹിസ് ഫിയർ? മിസ് റക്കൂണ് ജസ്റ്ററിൻ്റെ ആ ഒരു ഭയം ഇല്ലാതാക്കാനായിട്ട് എങ്ങനെയാണ് സഹായിച്ചത്? മിസ് റക്കൂൺ ഗേവ് ഹിം കോൺഫിഡൻസ് ബൈ കിസ്സിങ് ഓൺ ഹിസ് ഹാൻഡ് and told him to press his hand to his cheek whenever he felt lonely. He should always think of his mom's love. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. Now be careful not to lose it. She teased him. ഇനി ഇത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ കളിയാക്കി. ഇങ്ങനെ ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, കളിയാക്കുക എന്നാണ് വരുന്നത്. But don't worry. When you open your hand to wash after having food, I promise the kiss will stick. നീ പേടിക്കൊന്നും വേണ്ട. നീ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ കഴുകി കഴിഞ്ഞാലും ആ ഒരു കിസ് അവിടെ തന്നെ ഉണ്ടാവും. കൈ കഴുകിയതുകൊണ്ട് ആ കിസ് പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും നമ്മൾ പറയാണ്. ജസ്റ്റ് ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ജസ്റ്റിന് അവൻ്റെ കിസ്സിങ് ഹാൻഡ് ഇഷ്ടപ്പെട്ടു. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്, ഈവൻ ടു ദിസ് സ്കൂൾ. ഇനി അവൻ സ്കൂളിൽ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും അമ്മയുടെ ആ ഒരു ലവ്, അമ്മയുടെ ആ ഒരു സ്നേഹം അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് അവന് മനസ്സിലായി. ദാറ്റ് നൈറ്റ് ജസ്റ്റ് സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. ആ ഒരു രാത്രി ജസ്റ്റ് അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ തോട്ട്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചിന്തകളിൽ മുഴുകിയിരിക്കുക. ഇങ്ങനെ അവന് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നു. ഇത് നമുക്കിവിടെ കാണാം, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ ചിരിച്ചു. ഗ്രിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇളിക്കുക, ഒരു ചെറിയൊരു ചിരി. ഗിവ് മീ യോർ ഹാൻഡ്, എനിക്ക് നിങ്ങളുടെ കൈ തരൂ. ഹി ടോൾഡ് ഹെർ, അവൻ അമ്മയോട് പറഞ്ഞു. Jester took his mother's hand in his own and unfolded her large familiar fingers into a fan. ജസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈകളെടുത്ത് അത് കൈ വിടർത്തി. നെക്സ്റ്റ് ഹി ലീൻ ഫോർവേഡ്. എന്നിട്ട് നേരെ അമ്മയുടെ നേരെ കുനിന്നുകൊണ്ട് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ്. അമ്മയുടെ കൈപ്പത്തിയുടെ നടുവിലായിട്ട് അവനും ഉമ്മ വെച്ചു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പം നിങ്ങൾക്കും എന്തുണ്ട്, ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അവൻ അമ്മയോട് സൗമ്യമായി യാത്ര പറഞ്ഞു. ജെൻറ്റിൽ ഗുഡ് ബൈ, ഒരു ബൈ പറഞ്ഞുകൊണ്ട് പോയി. ഐ ലവ് യു ജസ്റ്റ് സെഡ് ആസ് ഹി ടേൺ ആൻഡ് ഡാൻസ്ഡ് അവേ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇത് പറഞ്ഞ് അവന് തിരിഞ്ഞ് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് പോയി. അൺഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിവർത്തുക എന്നുള്ളതാണ്. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിചിതമായി. ഇനി ഹൗ ഡിഡ് ജസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ?
അമ്മയെ ഉമ്മ വെച്ചപ്പോൾ ജസ്റ്ററിന് എന്ത് തോന്നി? ജസ്റ്റർ ഫീൽ ഹാപ്പി അല്ലേ? ജസ്റ്ററിന് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു. നെക്സ്റ്റ് പേജ് നോക്കാം. ജസ്റ്റർ സ്കൂളിലേക്ക് നടന്നു പോവാണ്. അമ്മ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലേ. മിസ് റക്കൂൺ വാച്ച്ഡ് ജസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. ജസ്റ്റർ മരക്കൊമ്പിൽ ചാടി സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത് അമ്മ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? തുള്ളി തുള്ളി ഇങ്ങനെ ഓടുകയില്ലേ, അതിനാണ് നമ്മൾ സ്കാമ്പർ എന്ന് പറയുക. ട്രീ ലിംബ് എന്ന് പറഞ്ഞാൽ മരച്ചില്ലകൾക്കാണ് നമ്മൾ ട്രീ ലിംബ് എന്ന് പറയുന്നത്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്. പുതിയ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ബെല്ലടിച്ച സമയത്ത് അമ്മ എന്ത് ചെയ്തു? ഇടത് കൈ കവിളിൽ അമർത്തി ഇങ്ങനെ പുഞ്ചിരിച്ചു. ദ വാംത്ത് ഓഫ് ജസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ജസ്റ്റ് ലവ്സ് യു. ഇറ്റ് സാങ് ജസ്റ്റ് ലവ്സ് യു. അമ്മ ആ കവിളിനോട് ചേർത്ത് വെച്ച സമയത്ത് ഇങ്ങനെ ജസ്റ്ററിൻ്റെ ആ ഒരു സ്നേഹം അമ്മയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ജസ്റ്ററിന് നിങ്ങളെ ഇഷ്ടമാണ്, ജസ്റ്ററിന് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മിസ് റക്കൂണും ജസ്റ്ററും. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? നിങ്ങൾക്ക് ഇതിൽ ഏത് ഭാഗമാണ് ഇഷ്ടമായത്? ഏത് ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഭാഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ജസ്റ്ററിന് കിസ്സിങ് ഹാൻഡ് കൊടുത്തതിന് ശേഷം ജസ്റ്റർ തിരിച്ച് അമ്മയ്ക്കൊരു കിസ്സിങ് ഹാൻഡ് കൊടുക്കുന്നില്ലേ, ആ ഒരു ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി നമുക്കിവിടെ ഈ ഒരു കഥ എഴുതിയ ആളെക്കുറിച്ച് പറയുന്നുണ്ട്. അബൌട്ട് ദി ഓതർ ആൻഡ്രൂ പെൻ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പാഠത്തിൽ ആക്ടിവിറ്റീസ് അടങ്ങുന്ന വീഡിയോ തൊട്ട് ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് പോയിട്ട് നിങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. വളരെ നല്ലൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറീനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. 5ാം ക്ലാസ്സിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കരുത്. ഒരുപാട് വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്